ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസ് വ്ലോഗ്. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കോൾഡ് കോഫിയാണ്. അതിനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് തണുത്ത പാല് ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ നെസ്കഫയുടെ കോഫി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നെസ്കഫയുടെ കോഫി പൗഡർ ഇല്ലെങ്കിൽ ബ്രൂ കോഫിയുടെ പൗഡർ ആയാലും മതി. ഈ കോഫി പൗഡർ ഞാനിവിടെ ഒരു ബോട്ടിലിനകത്താണ് മിക്സ് ചെയ്യുന്നത്. നമ്മുടെ കടുപ്പത്തിനനുസരിച്ച് നെസ്കഫയുടെ പൗഡർ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ നോർമൽ നെസ്കഫയുടെ പൗഡറും ഗോൾഡ് നെസ്കഫയുടെ പൗഡറും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. അതൊരു ബ്രൗണിഷ് കളറും കൂടെ ഉണ്ടാകാൻ വേണ്ടി ഞാനിത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. കോഫി പൗഡർ ഇട്ടതിന് ശേഷം നമ്മുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര നമുക്ക് ഈ ബോട്ടിലിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ്സിന് ആവശ്യമായ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാവുള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ആകാൻ വേണ്ടി മാത്രമേ വെള്ളം ഒഴിച്ച് കൊടുക്കാവുള്ളൂ. ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്താൽ ഇത് പതയത്തില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ അടപ്പ് വെച്ച് അടച്ചിട്ട് നന്നായിട്ട് കുലുക്കുക. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് കുലുക്കി കഴിയുമ്പോഴത്തേനും ഇത് പതഞ്ഞ് വരുന്നുണ്ടാകും. ഇത് പതഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമ്മൾ 2 ഗ്ലാസ്സിലോട്ടും കുറച്ച് ഒഴിച്ച് കൊടുക്കുക ആദ്യം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 ഐസ് ക്യൂബ് വീതം ഓരോ ഗ്ലാസ്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത്രയും തണുപ്പ് വേണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് 1-2 ഇട്ട് കൊടുത്താലും മതി. ഞാനിവിടെ 4 വീതം ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ചൂടായതുകൊണ്ടാണ് ഞാനിവിടെ 4 വീതം ഇട്ടത്. ഐസ് ക്യൂബ് ഇട്ടതിന് ശേഷം നമുക്ക് ഈ പാല് ഈ 2 ഗ്ലാസ്സിലോട്ടും ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഈ പാല് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലാണ് 2 ഗ്ലാസ്സിലോട്ടും ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബാക്കി വന്ന ഈ കോഫി മിക്സ് ഇതിൻ്റെ പൊക്കത്തോട്ട് ഒഴിച്ച് കൊടുക്കുക. നോക്കിക്ക്, നല്ല ക്രീമി ആയിട്ടിരിക്കുന്ന കണ്ടോ? നല്ലൊരു ഗോൾഡ് കളറും കൂടെ വന്നിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഗോൾഡ് കോഫി പൗഡർ ആഡ് ചെയ്തത്. നിർബന്ധമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഇട്ടെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഒരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുക. അതിന് മുമ്പ് ഞാൻ ഇതിനകത്ത് ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയില്ലേ കുറച്ച് ബൂസ്റ്റിൻ്റെ പൗഡറും കൂടെ ആഡ് ചെയ്തേ. ചുമ്മാ ഒരു ഡെക്കറേഷന് വേണ്ടി ആഡ് ചെയ്താൽ പക്ഷേ ഉണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം ബൂസ്റ്റിൻ്റെ പൗഡറും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ കോഫി പൗഡർ താഴെ ഗ്ലാസ് ഫുള്ളായിട്ട് എത്തുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ നോക്കി. നല്ല മുകളിൽ നല്ല ക്രീമി ആയിട്ടിരിക്കുന്ന കണ്ടോ? അപ്പം 2 ഗ്ലാസ്സിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കുക. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2-3 മണിക്കൂർ നേരത്തിന് വിശക്കോ ദാഹിക്കോ ഒന്നുമില്ല. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്താണ് ഇത് ഞങ്ങൾ ട്രൈ ചെയ്ത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാനൊരുങ്ങുന്നത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എന്താണെങ്കിലും ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം ഞങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പം അടുത്ത വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരും. ബൈ.